ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറ്. കർണാടക മണ്ഡ്യ ജില്ലയിലെ മദൂറിലാണ് ആക്രമണം. ഘോഷയാത്ര കടന്നു വരുന്ന വഴിക്ക് സമീപമുള്ള മുസ്ലിം പള്ളിയിൽ നിന്നുമാണ് കല്ലെറിഞ്ഞത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനത്തിൽ വ്യാപക പ്രതിഷേധം. വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എപ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം? എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? സുരേഷ്, ഈ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇതിനോടനുബന്ധിച്ച് രാജ്യത്തെങ്ങും ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രകൾ നടന്നു വരികയായിരുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്രയിലും കർണാടകയിലും അടക്കം വലിയ ആഘോഷങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. മാണ്ഡ്യയിലെയും മധൂർ പട്ടണം എന്നുള്ള ആ ഒരു സ്ഥലത്ത് സിദ്ധാർത്ഥ് നഗറിൽ നിന്നും പുറപ്പെട്ടതായിരുന്നു ഈ ഗണേശ വിഗ്രഹ ഘോഷയാത്ര. ആ ഘോഷയാത്ര റാം റഹീം എന്ന് പറയുന്ന ഒരു പ്രദേശത്തുകൂടി കടന്നുപോയപ്പോൾ അവിടുത്തെ മുസ്ലിം പള്ളിയിൽ നിന്നും ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ തുരുതുര കല്ലെറിയുകയായിരുന്നു. ഈ കല്ലേറിൽ ഏതാണ്ട് 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കല്ലേറിൽ ഏതാണ്ട് മിനിറ്റുകൾ ഇത് നീണ്ടു നിന്നിരുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കിയിരുന്നത്. അതായത് ഏതാണ്ട് കുറേ നേരം തന്നെ അവിടെ ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേരെ, ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് നേരെ നിരന്തരം കല്ലേറുണ്ടായി. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ വിഗ്രഹ ഘോഷയാത്രയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ഈ പദ്ധതി തയ്യാറാക്കിയത്, ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നിസ്സാര വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബി.ജെ.പിയുടെ എം പി രവിശങ്കർ പ്രസാദ് അടക്കം ചൂണ്ടിക്കാണിച്ചത് ഇത് യു.പിയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ, ബി.ജെ.പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലോ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നില്ല, മറിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം ഭൂരിപക്ഷ സമുദായം നടത്തുന്ന ഇത്തരം ആഘോഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി പ്രധാനമായും ഉയർത്തുന്ന, ബി.ജെ.പി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് പോലീസ് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. പോലീസ് നിസ്സാര വകുപ്പുകളാണ് ഇതിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും അവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്.